ഇപ്പോൾ ന്യൂസ് ട്രെൻഡ്സിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ ED പരിശോധന നടക്കുകയാണ്. 5 സ്വകാര്യ ആശുപത്രികളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കൊച്ചിയിലും EDയുടെ പരിശോധന നടക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമായിട്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഏതാണ്ട് 5 സ്വകാര്യ ആശുപത്രികളിലായി. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നും ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പരിശോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ കേട്ടിട്ടുണ്ട്. വ്യാജരേഖകൾ ചമച്ച് അവയവക്കടത്തുകൾ അല്ലെങ്കിൽ അവയവ കടത്തിന് വഴിയൊരുക്കുന്ന ആ രീതിയിൽ ഇടപെടുന്ന വ്യാജമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തയൊക്കെ കേരളം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ EDയുടെ പരിശോധന വരുന്നത്. 5 സ്വകാര്യ ആശുപത്രികളിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചിയിൽ ED പരിശോധന നടക്കുമ്പോൾ അവിടെ നിന്ന് ഡാനി പോൾ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, വലിയ ആശങ്ക ഉയർത്തുന്നതാണ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. അത് വലിയ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളുമാണ്. വലിയ മാഫിയ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അന്വേഷണങ്ങളും പരാതികളും ഒക്കെ ഉയരാറുണ്ട്. ഇപ്പോൾ ED ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധനകളിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എവിടെയൊക്കെയാണ് ED പരിശോധനകൾ നടക്കുന്നത്? എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം? EDയുടെ പരിശോധനകൾ തുടരുകയാണ്. വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന വ്യാപകമായാണ് ഈ പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും ഇതിൽ പ്രധാനമായും EDക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ED അന്വേഷിക്കുന്നത്, ഇതിൻ്റെ ഒരു മുഖ്യപ്രതി അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത നജീബ് എന്നയാൾ, അയാളാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. ഇയാളുടെ അക്കൗണ്ടിലേക്ക് വലിയ രീതിയിലുള്ള തുകകൾ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഇത് പരിശോധിക്കപ്പെടുമ്പോൾ ഒരേ സമയത്ത് തന്നെ വിവിധ ആശുപത്രികൾ അവിടെ നിന്ന് വൻ തുകകളാണ് ഇയാളുടെ അക്കൗണ്ടുകൾ വഴി കൈമാറിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ED കേസിൽ പ്രാഥമികമായൊരു അന്വേഷണം നേരത്തെ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് ED തീരുമാനിച്ചത്. ഇതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഈ പരിശോധനകൾ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ, പ്രത്യേകിച്ച് ഈ അവയവ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു, അത് അനധികൃതമായി നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്ത സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഈ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സർക്കാർ നിർദ്ദേശിച്ച, അല്ലെങ്കിൽ സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ഈ അവയവദാനം രാജ്യത്ത് നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ കൃത്രിമ രേഖകൾ ചമച്ചുകൊണ്ടാണ് ഈ സംഘം വളരെ ബോധപൂർവമായി പലരിൽ നിന്നായിട്ട് ഈ അവയവദാനം നടത്തുകയും എല്ലാം തന്നെ ചെയ്തത്. വൻ തുകകൾ ഇവർ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ അവയവദാതാക്കൾ നമ്മൾ ഇതിൽ ഇരകൾ എന്ന് പറയേണ്ടി വരും. അവർ പലപ്പോഴും ഇവർ നൽകപ്പെടുന്ന തുകയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാതെ ഇടനിലക്കാരായി നിന്ന് ഈ സംഘം തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഈ അവയവ കടത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവരേതാണ്ട് 5ഓളം പ്രതികളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നജീബിൻ്റെ ഭാര്യ എന്നിവരൊഴികെ മറ്റാർക്കും തന്നെ വളരെ നേരിട്ട് കൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരല്ല. അവർ ഈ രേഖകൾ നിർമ്മിച്ച് നൽകുകയും അത്തരം കാര്യങ്ങളിലാണ് കൂടുതലായും ഉണ്ടായിരുന്നത്. എന്നാൽ നജീബ് കേന്ദ്രീകരിച്ചാണ് ഈ ആശുപത്രികൾ, നജീബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഇത് അവരുടെ ഒരു ഇടപെടൽ എന്തായിരുന്നു, ആശുപത്രികളും നജീബും തമ്മിലുള്ള ഒരു ഡീൽ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഇതിൽ എന്തിനാണ് ഇയാൾക്ക് ഇത്രയധികം രൂപ ഈ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ കൈവന്ന തുകയാണ് എന്നതും എല്ലാമാണ് ED പ്രധാനമായിട്ടും തന്നെ അന്വേഷിക്കുന്നത്. ഏതായാലും ഇതിൽ സംസ്ഥാനത്ത് പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുകൾ ഉണ്ടായിട്ടില്ല. നജീബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയതും. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ തുടരുന്നതിനിടെ തന്നെയാണ് ED സമാന്തരവുമായി ഇതിൽ അന്വേഷണം പോകുന്നത്. ഇതിൽ രാജ്യത്തിന് പുറത്തു നിന്ന് വരെ ഇതിൽ പണം ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നത് ED വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ പരിശോധനകൾ തുടരുകയാണ്. വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്.
ഡാനി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നജീബ് ഉൾപ്പെട്ട അന്വേഷണങ്ങളിൽ വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അത് രാജ്യവ്യാപകമായി തന്നെ ഈ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയ സൂചനകൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. മിക്ക ഹോസ്പിറ്റലുകളുമായി കേന്ദ്രീകരിച്ച് ഈ ആളുകളെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വലിയ കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. മാത്രവുമല്ല, ഇതിൻ്റെ പിന്നിൽ മനുഷ്യക്കടത്തുൾപ്പെടെ ഉണ്ടോ എന്ന സംശയവും ബലപ്പെട്ടിരുന്നതാണ്. വിദേശത്തേക്കുൾപ്പെടെ ആളുകളെ കയറ്റി ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള മനുഷ്യക്കടത്തുകൾ കൂടി നടക്കുന്നുണ്ട് എന്ന സംശയവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. മാത്രവുമല്ല, ഇതിന് പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് സംബന്ധിച്ച വലിയ ഒരു മാഫിയയാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യവ്യാപകമായി തന്നെ ഇത് പടർന്ന് പന്തലിച്ചു കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നതൊക്കെയും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ED ഈ വിഷയത്തിൽ പിടിമുറുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദമായ പരിശോധനകൾ ഉണ്ടാകും എന്നതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ 5 നടക്കുന്ന റെയ്ഡിന്റെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ രാജ്യവ്യാപകമായി തന്നെ കണ്ണികളുണ്ട്. ആ നിലയിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വരുമ്പോൾ ആ നിലയിലുള്ള രാജ്യവ്യാപക പരിശോധനകൾ കൂടിയാണോ? നിലവിൽ അതിനെക്കുറിച്ച് അറിയില്ല. രാജ്യവ്യാപകമായ പരിശോധനയുണ്ട്. നമുക്കറിയാവുന്നത് കേരളത്തിൽ പരിശോധനകൾ നടത്തുന്നു എന്നത് കാര്യമാണ്. കേരളത്തിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നു എന്നതാണ് നമുക്കിപ്പോഴറിയാൻ കഴിയുന്നത്. EDയുടെ ഓഫീസിൽ നിന്നുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ അറിയാൻ കഴിയുന്നത്. ഇതിൽ മെഡിക്കൽ ടൂറിസത്തിൻ്റെ മറവിലെല്ലാം തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ മെഡിക്കൽ ടൂറിസത്തിൻ്റെ മറവിലേക്ക് അവിടേക്ക് ആളെ കൊണ്ടുവരികയുമാണ് ചെയ്തിരുന്നത്. അതായത് വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നതടക്കമുള്ള ചില വിവരങ്ങളുണ്ട്. അത് പക്ഷേ ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ല. അത് ഒരു മറയാക്കി മുന്നോട്ട് പോവുകയായിരുന്നു ഈ കൂട്ടർ ചെയ്തിരുന്നു എന്നതാണ്. ഇതിൽ കൂടുതൽ ഇടങ്ങൾ സംസ്ഥാനത്ത് ഇവർ എവിടെയെല്ലാമാണ് ഇവർ ഇടപാടുകൾ നടത്തി, ഏതെല്ലാം ആശുപത്രികളായിട്ടാണ് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ED ശേഖരിച്ചിട്ടുള്ളത്. നിലവിൽ ഇവർക്ക് കൂടുതൽ പരിചയമുള്ള ഇടങ്ങളിലേക്ക് കൂടുതൽ പരിശോധനകൾ നടക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇയാൾ എന്തായാലും ഈ സംസ്ഥാനത്തിന് പുറത്തും ഇയാൾക്ക് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇയാളെ പിടികൂടിയത് തന്നെ ഉത്തരേന്ത്യയിൽ നിന്നാണ്. അവിടെയും പരിചിതമായ ഒളിയിടങ്ങളെല്ലാം തന്നെ ഇയാൾക്ക് ഒരുക്കി കൊടുത്തു എന്നതെല്ലാമാണ് പറയുന്നത്. എന്തായാലും അത്തരം ഇയാളെ ചോദ്യം ചെയ്തിട്ട് നാളിതുവരെയായിട്ട് പ്രത്യേക അന്വേഷണ സംഘം ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല. അതായത് ഈ സംസ്ഥാനത്തിന് പുറത്ത് മറ്റിടങ്ങളിൽ പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഒന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ഇയാൾക്ക് പരിചയങ്ങളുണ്ടാകാം, പക്ഷേ ഒരുപക്ഷെ ആ പരിചയങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാകില്ല എന്നതാണ് സംസ്ഥാന പോലീസിൻ്റെ ഒരു നിഗമനം. എന്തായാലും ED അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സാമ്പത്തിക കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ വളരെ സംശയം ജനിപ്പിക്കുന്ന പലതും തന്നെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വൻതുകകൾ കൈമാറിയതെല്ലാം തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് ഏത് പണമാണ്, ഇത് ആശുപത്രിയിൽ തന്നെ നേരിട്ട് കൈമാറാനിടയായ സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഇതല്ല മറ്റാരെങ്കിലും ഇതിൽ കൂടുതൽ ഇടനിലക്കാരുണ്ടോ, മറ്റേതെങ്കിലും ആളുകളുമായിട്ട് ആശുപത്രികൾ അനധികൃതമായി സഹകരിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ ആശുപത്രികളുടെ പങ്ക് എന്താണ് എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടത്. കാരണം ഇത് മതിയായ രേഖകൾ, അവർക്ക് മുൻപാകെ എത്തുന്ന മതിയായ രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച് സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് അകത്തുള്ള ഒരു നിയമം എല്ലാ കേസുകളിലും ബാധകമാകേണ്ടതാണ്. ഈ അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അത് ഏതെങ്കിലും രീതിയിൽ ലംഘിച്ചിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കപ്പെടുന്നുണ്ട് ഈ അവസരത്തിൽ. എന്തായാലും പരിശോധനകൾ പലയിടങ്ങളിലും തുടരുന്നു. ചിലയിടങ്ങളിലേക്ക് അത് പൂർത്തിയായിട്ടുണ്ട്. വൈകാതെ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് EDയും കടക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായും ആ നിലയിൽ EDയുടെ അന്വേഷണം വിപുലപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ കാണാപ്പുറങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും 5 സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ED പരിശോധനകൾ നടത്തുന്നത്. അവയവക്കടത്തിൽ കൊല്ലത്ത് ഇടനിലക്കാരന്റെ വീട്ടിൽ ED പരിശോധനയുണ്ട്. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലാണ് കൊല്ലത്ത് പരിശോധന നടക്കുന്നത്. അങ്ങനെ വിവിധയിടങ്ങളിലായി പരിശോധനകൾ നടക്കുകയാണ്. നമുക്കറിയാം ഈ അവയവം മാറ്റിവെക്കൽ
നടക്കേണ്ടത് അതിനായി സർക്കാർ സംവിധാനങ്ങൾ തന്നെയുണ്ട്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ കാലതാമസങ്ങളും മറ്റുമൊക്കെ നേരിടും. ഇതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഇതൊക്കെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ നജീബിന്റെ വീട്ടിൽ നടക്കുന്ന പരിശോധനയിൽ ലഭിക്കുന്ന ഡയറിയിൽ നിന്നാണ് ഇതിന്റെ വലിയ എത്രമാത്രം വ്യാപ്തി ഈ കേസിനുണ്ട് എന്നതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ ലഭിച്ചു എന്ന് പറയാം. സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിന് ഇരയായിട്ടുള്ളത്. ഇവരെ കണ്ടെത്തുന്നതിനായിട്ടൊക്കെ പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിച്ചിരുന്നു. നമുക്കറിയാം, ഈ അവയവ ദാനം എന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മരണശേഷം അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ സഹജീവികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അവയവദാനം നടത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനെ ദാരിദ്ര്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ സാഹചര്യങ്ങൾ മറയാക്കിക്കൊണ്ട് പണത്തിന്റെ മറവിൽ ചൂഷണം ചെയ്യുന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ് അത് നിയമവിരുദ്ധമായി മാറുന്നത്. അതിനുള്ള സാഹചര്യമാണ് ഇവർ സൃഷ്ടിച്ചിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കമുള്ളവരെ കണ്ടെത്തി ഈ നിലയിൽ മനുഷ്യക്കടത്തിലേക്കുമൊക്കെ വരെ എത്തുന്ന തരത്തിൽ ഈ മാഫിയകൾ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ഇതിന്റെ വലിയ ഗൗരവം. എന്തായാലും അതിന്റെ കാണാപ്പുറങ്ങളിലേക്കൊക്കെ ED പരിശോധന എത്തുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. എന്തായാലും 5 സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന വലിയ മാഫിയയാണ് ഇത് എന്നതാണ് ആദ്യ പരിശോധനകളിൽ നിന്ന് തന്നെ വ്യക്തമായത്. ആ ഒരു ഡെപ്തിൽ ഈ അന്വേഷണം പോകുമോ എന്നതൊക്കെ ഉള്ളത് കാത്തിരിക്കണം. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ എത്തുമ്പോൾ വിശദമായ പരിശോധന ഇതിൽ നടക്കും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.